നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ കുറച്ച് എക്സ്പോ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച എക്സ്പോയിൽ പോയതിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 12 മണിയോട് കൂടിയാണ് തിരിച്ചത്. ഒരു 1:30 ആയപ്പോഴത്തേനും അവിടെ ചെന്ന് നമ്മൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റിൻ്റെ ആ ഭാഗത്ത് കാർ പാർക്കിങ്ങിൻ്റെ അവിടെയാണ് കാർ പാർക്ക് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എക്സ്പോയുടെ ബസ്സിൽ കയറിയിട്ട് ആണ് എക്സ്പോ ഗേറ്റിൻ്റെ അവിടം വരെ എത്തിയത്. അപ്പോൾ ആ ബസ്സിൽ നമുക്ക് ഫ്രീ ആയിരിക്കും. എപ്പോഴും അങ്ങനെ നമ്മൾ ഓരോ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തും ഇതുപോലെ ബസ്സുണ്ട്. അങ്ങനെ നമുക്ക് തിരക്കുണ്ടെങ്കിൽ തന്നെ അടുത്ത ബസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഈ എയർപോർട്ടിലൊക്കെ സെക്യൂരിറ്റി ചെക്കിങ് ഉള്ളതുപോലെ തന്നെ ഇവിടെയും സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊബൈൽ, ക്യാമറ അതൊക്കെ ഒരു ട്രെയിലാക്കി പ്രത്യേകം വെച്ചിട്ട് സ്കാൻ ചെയ്തതിന് ശേഷമാണ് നമ്മളെ കടത്തിവിടുന്നത്. പിന്നെ നമ്മൾ എക്സ്പോയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ അത് ഓൺലൈനകത്തൂടെയും കിട്ടും. expo2020dubai.com എന്ന സൈറ്റിനകത്ത് നോക്കിയാൽ എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ അതുവഴി എടുക്കാം. നമ്മൾ ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടെ ചെന്ന് എടുക്കാം. ഇപ്പോഴത്തെ ടിക്കറ്റ് റേറ്റ് 50 ദിർഹമാണ്. കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്, സീനിയർ സിറ്റിസൺസിനും ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ നാഷണൽ ഡേയുടെ കുറേ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2 ടിക്കറ്റ് കിട്ടി. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ കടത്തി വിടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വാക്സിനേഷൻ റിപ്പോർട്ട് കാണിക്കണം. വാക്സിനേഷൻ എടുക്കാത്തവർക്ക് ഇതുപോലെ PCR റിപ്പോർട്ട് 72 മണിക്കൂറിനുള്ളിൽ എടുത്തേക്കുന്ന PCR റിപ്പോർട്ട് കാണിക്കണം. കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഓരോ പവലിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു പാസ്പോർട്ട് വാങ്ങിക്കാൻ കിട്ടും. ഈ എക്സ്പോ സെൻറ്ററിൻ്റെ എക്സ്പോയുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇതുപോലെ പാസ്പോർട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഓപ്ഷനിലാണ്, ഇത് വാങ്ങിക്കണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രസമായിരിക്കുമല്ലോ. അപ്പോൾ എന്തുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഓരോ പവലിയനകത്ത് കയറിക്കഴിഞ്ഞാലും സീൽ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റിൽ നോക്കുമ്പോൾ ഏതൊക്കെ പവലിയൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. നമ്മളാദ്യം സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റിനകത്തുള്ള പവലിയൻസാണ് വിസിറ്റ് ചെയ്തത്.
നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം സ്നാക്സും വെള്ളമൊക്കെ കരുതുക. അപ്പം ഓരോ പവലിയനകത്തൊന്നും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പവലിയനകത്തെ ഈ റെസ്റ്റോറൻറ്റ്സിൽ കയറി കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിന് പുറത്ത് ഒക്കെ ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് റെസ്റ്റോറൻറ്റ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അൽവാസിൽ പ്ലാസയാണ്. അതാണ് അതിൻ്റെ സെൻറ്ററായിട്ട് നിൽക്കുന്നത്. ആ ഒരു ഡോമിൻ്റെ ഷേപ്പിലാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ഈ 3 ഡിസ്ട്രിക്റ്റ് കണക്ട് ചെയ്തേക്കുന്നത് ഇതിനകത്തൂടെയാണ്. മൊബിലിറ്റി, ഓപ്പർച്യൂണിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റ്. ഇത് 3ഉം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മാപ്പ് നോക്കിയാൽ നല്ലതായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ സിംഗപ്പൂർ പവലിയനിലാണ് കയറിയിരിക്കുന്നത്. ഇത് നിറയെ ഗ്രീനറിയാണ് ഇതിനകത്ത്. ഒരു ഫോറസ്റ്റിലൊക്കെ കയറുന്ന ഒരു പ്രതീതിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുപോലെ വെർട്ടിക്കൽ ഗാർഡനായിട്ടൊക്കെ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഗ്രീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സിംഗപ്പൂർ പവലിയൻ. നമ്മളിവിടെ 8 മണിക്കൂറോളം നിന്നു. അപ്പോൾ അങ്ങനെ 8 മണിക്കൂറിനുള്ളിൽ നമ്മളെ കുറച്ച് പവലിയൻ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. കുറേ ക്യൂവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ നടക്കാനുമുണ്ട്. കുറേ നടന്നു കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണമൊക്കെ വരും. പക്ഷേ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കൂടി കാണാൻ തോന്നും, പിന്നെയും വരാൻ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. She thinks she knows what she wants. She doesn't. You don't. You can't control me. Oh, I do. I control all of you. All of you. Maria! Oh, Maria! Maria! Maria, Maria, could you ever be at peace?
Maria, Maria.